അജിത് കുമാർ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഒരു പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ബിസിനസ്മാൻ കൂടിയാണ്, ബിസിനസ്മാൻമാർക്കിടയിലെ പ്രസിഡന്റ് കൂടിയാണ്. ഇവിടെ എന്തിനേയും ഏതിനേയും അദ്ദേഹം ആ കണ്ണുകളോടുകൂടി നോക്കാറുണ്ട് എന്നത് 2017 അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഫസ്റ്റ് വിസിറ്റ് എന്നത് സൗദിയിലായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ, ആ രാജ്യം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തയ്യാറാണ്, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ഈ അധികാര കൈമാറ്റത്തിന് ശേഷം ആദ്യം ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ടത് സൗദി കിരീടാവകാശിയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരുപക്ഷെ ഞാൻ സൗദിയിലേക്ക് തന്നെ ആയിരിക്കാം ആദ്യം പോവുക എന്നും പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക വശങ്ങൾ മാത്രമാണ് ട്രംപ് മുൻതൂക്കം നൽകാറുള്ളത്. അവിടെ ഈ തരം കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അമേരിക്കയുടെ സാങ്കേതിക മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനവും പുറത്തുനിന്ന് ഉള്ളവരാണ്. അവിടുത്തെ മെഡിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ വലിയൊരു ശതമാനവും പുറത്തു നിന്നുള്ളവരാണ്. അവരിൽ നിന്നടക്കമുള്ള ആളുകൾക്ക് കൊഴിഞ്ഞു പോകേണ്ടി വരുമോ എന്നതിൽ സംശയം പുലർത്തുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം പോളിസികൾ അത് അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെയായിരിക്കാം ബാധിക്കുക, ഡോക്ടർ അജിത് കുമാർ? സാമ്പത്തിക ഭദ്രത എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. താങ്കൾ പറഞ്ഞ പോലെ ഒരു കച്ചവടക്കാരനാണ് ട്രംപ്. അപ്പൊ കച്ചവടം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് അതാണ് തുടങ്ങുന്നതന്നെ നമ്മൾ കേട്ടത് ട്രംപ് ടവേഴ്സ് ഇന്ത്യയിൽ വരാൻ പോകുന്നു എന്നൊരു കാര്യം ഇപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങി. അപ്പം കച്ചവടം മാത്രമല്ല, ഒരു ഒറ്റ കാര്യം, 20-ാം തീയതി അദ്ദേഹം സ്ഥാനമേൽക്കുന്നു. 21-ാം തീയതി ഇന്ത്യയുടെ സെൻസെക്സ് വീഴുന്നത് 1235 പോയിന്റാണ്. ഡോളറിന്റെ വില കുതിച്ചു വരുന്നതിന്റെ കാരണമായി സ്വർണത്തിന്റെ വില ആദ്യമായിട്ട് 60,200 രൂപ എത്തുന്നു. ഇതൊക്കെ കൃത്യതയോടെ നമുക്ക് കാണാം. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ സ്പർശിച്ചു തുടങ്ങി. കാര്യം ശരിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പം നമ്മുടെ സെൻസെക്സ് ഇത്തിരി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 566 പോയിന്റും ഇന്ന് 115 പോയിന്റും കൂടി 76,520 എന്ന നിലയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. പക്ഷെ അത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു നല്ലൊരു തിരിച്ചുവരവായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. 2 ദിവസമായിട്ട് സ്വർണ്ണ നിരക്ക് ഇന്ത്യയിൽ 60,200 രൂപയാണ് പവന്. അതൊന്ന് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. അപ്പൊ ഇതിൽ നിന്ന് കാണുന്നത് എന്താന്ന് പറഞ്ഞാൽ, ട്രംപിന്റെ സാമ്പത്തിക നയത്തിനെ കുറിച്ച് ഇപ്പോൾ തന്നെ ഇന്ത്യൻ വിപണിയിൽ ആശങ്ക തുടങ്ങി. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം USA പോലെ ഒരു രാജ്യം ലോകത്തിന്റെ 30% കച്ചവടം അവരുടെ കയ്യിലാണ്. ലോകത്തെ 14% കയറ്റുമതിയും 16% ഇറക്കുമതിയുമാണ് USA നടത്തുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേർഡ് ഇൻ ദ ഡിക്ഷണറി ഈസ് ടാരിഫ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, എന്റെ വാക്കുകളല്ല. അപ്പൊ ടാരിഫ് എന്നൊരു യൂസ് ഇന്ന് തന്നെ നമ്മൾ കണ്ടു. റഷ്യയോട് പറഞ്ഞിരിക്കണം എന്താണ്, നിങ്ങൾ ഉക്രൈനിന്റെയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ ടാരിഫ് വർദ്ധിപ്പിക്കും, 25% ആക്കും. മാത്രമല്ല ചൈനയ്ക്ക് ഇപ്പൊ തന്നെ വാണിംഗ് കിട്ടിയിട്ടുണ്ട്, 60% ടാരിഫ് അവർക്ക് വാങ്ങിക്കാൻ പോകുന്നു. ലോകരാജ്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട് 10 മുതൽ 20% വരെ ഞാൻ ടാരിഫ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് സാമ്പത്തികമായിട്ട് US ഇക്കോണമി നോക്കിയാൽ മനസ്സിലാവും. കാര്യം US ഇക്കോണമിയുടെ GDP ഇന്ന് $29 ട്രില്യൺ എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ പൊതുകടം GDPയുടെ 120%. അതാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം. അപ്പൊ പൊതുകടം കുറച്ചാൽ മാത്രമേ 80% അവർ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അപ്പൊ ഇതിനെത്ര പണം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെലവ് ചുരുക്കൽ, അതായത് ഇറക്കുമതി കുറയ്ക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് തന്നെ നീങ്ങിയിരിക്കുന്നത്. ശരി. മാത്രമല്ല നമ്മളിപ്പോ വളർച്ചാ നിരക്ക് നോക്കിയാൽ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.4%. നമ്മൾക്ക് അതിന് വിഷമമാണ്. നമ്മളൊരു 7%, 8% എത്ര നോക്കുമ്പോൾ ഇപ്പൊ 3.4%ലാണ് US വളർച്ചാ നിരക്ക് നിൽക്കുന്നത്. അപ്പൊ 3.4% ഉള്ള വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയാണ്. അപ്പൊ എന്ത് വിധത്തിലും നാം കാണാൻ പോകുന്നത് ഈ അടുത്ത 4 വർഷം
അദ്ദേഹം സാമ്പത്തിക നയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഇറക്കുമതി തീരുവ, അതായത് ടാരിഫ് വളരെ കൃത്യതയോടെ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ വീണ്ടും ഏകദേശം 8 മുതൽ 10 ട്രില്യൺ ഡോളർ എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും ഈ ഇറക്കുമതി തീരുവയിലൂടെ. അപ്പൊ ഇറക്കുമതി തീരുവയുടെ കാലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. പക്ഷെ ഒരു നമ്മുടെ വിദഗ്ധൻ പറഞ്ഞതുപോലെ അതൊരു ഡിസ്ക്രിമിനേഷൻ ലോ തീർച്ചയാണ്. ഇന്ത്യയെ പോലെ രാജ്യങ്ങൾക്ക് അദ്ദേഹം അങ്ങനെ ഒന്ന് ചെയ്യുമോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം അമേരിക്കയിലെ പല എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞെന്താ പറഞ്ഞാൽ 2025 ട്രംപ് 2021 ട്രംപ് അല്ല. 2021 അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഹോഡി ട്രംപ് എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികൾ നടന്നെങ്കിലും ഈ പ്രധാനമന്ത്രിയെ വിളിച്ചില്ല ഇത്തവണ. മറന്നുപോകരുത്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇത്രയും വലിയ സുഹൃത്തായ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹം ഇതിന് വിളിച്ചില്ല? ഇന്ത്യയെ വിളിച്ചു, ജയശങ്കർ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പോയി. അപ്പൊ അതൊരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ പഴയതുപോലെ ഇന്ത്യയോട് അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരിക്കുമെന്ന് സാമ്പത്തികമായി നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.